ഹായ്, ഫ്രൈഡർമാൻ എത്തിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ വിവിധങ്ങളായ ഓരോ വീഡിയോകളും ഓരോ സന്ദേശങ്ങളും അല്ലെങ്കിൽ ഓരോ വാർത്തകളും നിങ്ങളുടെ മുമ്പിൽ ഒന്നിച്ച് കുറച്ച് നേരം കൊണ്ട് എത്തിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് നമ്മുടെ ഫ്രൈഡർമാനിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവർക്കും ആദ്യത്തെ എപ്പിസോഡ് തന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. നമുക്കിനി അധികം സമയം കളയേണ്ട, നമ്മുടെ ഫ്രൈ ആരംഭിക്കാം അല്ലേ? ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് തന്നെ നമുക്ക് പ്രവേശിക്കാം. സ്റ്റാർ പോക്ക്. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ കുറേ നാളിരിക്കുക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. നമ്മുടെ സിനിമാ രംഗത്ത് വളരെ ചിന്തിച്ചാലറിയാം, വർഷങ്ങളായിട്ട് ക്വാറൻറ്റൈനിലായിപ്പോയ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം വീട്ടിലിരിക്കുന്ന അത്ര പുത്തരിയല്ലാതെ. പക്ഷേ ഇപ്പം തിരക്ക് പിടിച്ച് വർക്കുകൾ ഉള്ള സമയങ്ങളിൽ വീട്ടിലിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ബുദ്ധിമുട്ടാണ്. ആ സമയങ്ങളിൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ നടന്മാർ അല്ലെങ്കിൽ സിനിമാക്കാർ അല്ലെ നമ്മുടെ മറ്റ് താരങ്ങൾ ചെയ്യുന്നത് അല്ലേ? സൗബിൻ ചെയ്തത് കണ്ട ഇതുപോലൊക്കെ തന്നെ സമയം കളയാൻ വഴിയുള്ളൂ. കൈപൊക്ക്. ആ യെസ്. കണ്ടില്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ പലരും സമയം കളയാൻ കണ്ടെത്തണം. പണ്ട് ലാലേട്ടൻ രാത്രിയിൽ, അന്ന് ക്വാറൻറ്റൈനൊന്നും അല്ല, അന്ന് തിരക്കുള്ള വർക്കുള്ള സമയത്ത് രാത്രി സൈക്കിളിലൊക്കെ പോയിരുന്നു അല്ലേ എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഭവമാണിത്. ഇനി നമുക്ക് നമ്മുടെ ഒരു നായികയുടെ നല്ലൊരു ഗാനം കേൾക്കാം. താൻ നല്ലൊരു നടി മാത്രമല്ല, ഒരു നല്ല ഗായികയും കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. जब जब सांसें भरती हूँ तेरे दिल की गलियों से, मैं हर रोज गुजरती हूँ. हवा के जैसे चलता है तू, मैं रेत जैसे उड़ती हूँ. कौन तुझे यूं प्यार करेगा जैसे मैं करती हूँ. हाँ നല്ലൊരു പാട്ടായിരുന്നു അല്ലേ? അതുപോലെ ലൂക്കായിലെ നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. അപ്പം ആ കലാകാരിക്ക് എല്ലാ ആശംസകളും നമ്മൾ നേരുന്നു. ഫ്രൈഡർമാൻ്റെ വക ആശംസകൾ നേരുന്നു. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ ആൾക്കാർ, എത്രയോ പേരുടെ കഷ്ടപ്പാടാണ്. ഒരു മാസം 2 മാസം ഒക്കെ കൊണ്ട് ഒരു ചെറിയൊരു സിനിമയാണെങ്കിൽ പോലും ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകൾ ഞാനാണ് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതായത് ഞാൻ പറയാം, അതിൽ ആഹാരം ഉണ്ടാക്കുന്നവർ, അവർക്ക് കിടക്കാൻ പറ്റുന്നത് ഏകദേശം 2 മണി 3 മണിക്കാണ്. അവരെഴുന്നേൽക്കേണ്ടി വരുന്നത്
4 മണി തൊട്ട് 5 മണി തൊട്ട് അവർ എഴുന്നേക്കുന്നത്. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പടത്തിൻ്റെ വർക്കിന് സമയത്ത് ആഹാരം ഉണ്ടാക്കുന്നവർ നമ്മുടെ റൂമിൽ രാവിലത്തെ എന്താ പറയുക നമ്മുടെ ബെഡ് കോഫി വരെ കൊണ്ടുവരുന്നവർ വളരെ കുറച്ച് സമയം 2-3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത്. അവരുടെ തൊട്ടുള്ള കഷ്ടപ്പാടാണ് സിനിമ എന്ന് പറയുന്നത്. അതിനുശേഷം ടെക്നീഷ്യന്മാരാണെങ്കിലും എല്ലാവരും ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ്. അപ്പോൾ നമ്മൾ പ്രേക്ഷകർ പോയിരുന്ന ഒരു 2 മണിക്കൂർ കണ്ടിട്ട് എന്ത് ഇതിന് വേറെ പണിയില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിരുന്നു. അതിൽ 2 വശങ്ങളാണ്. പ്രേക്ഷകർക്ക് അത് അറിയേണ്ട കാര്യമില്ല അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാട്. അതൊരു പരിധിവരെ ശരിയാണ്. എന്നാലും നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ ഇത്രയും മാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടെടുക്കുമ്പോൾ നല്ല സിനിമ എടുക്കണം എന്ന് സിനിമാക്കാർ ചിന്തിക്കേണ്ടതുകൊണ്ട് അങ്ങനെ 2 വശമുണ്ട് അല്ലേ? അപ്പോൾ ഒരു സിനിമയുടെ നമ്മൾ വളരെ ഇതിൽ ഫീലിങ്ങോടെ കണ്ടിരുന്ന ഒരു രംഗം അതെങ്ങനെയാണ് ചിത്രീകരിച്ചിരുന്നത് നമുക്ക് ഒന്ന് കാണാം. എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലെ ആ രംഗം നമുക്ക് ചിത്രീകരിക്കുന്നത് ഒന്ന് കാണാം. സ്റ്റാർട്ട് ചെയ്തു, ഗിയർ ഇട്ടു, ചെടി വലിച്ചോ പോട്ടെ. ഇത് ഒരു സംഭവം, ഒരു വണ്ടി ഓടുന്ന ഒരു മൂവ്മെൻ്റ് എടുക്കുന്നതിൽ അതിൽ ഓരോരുത്തർ ചെയ്യുന്ന രീതികൾ ഇതുപോലെ ഓടാത്ത അല്ലെങ്കിൽ ചില പഴയകാല മോഡൽ വാഹനങ്ങളൊക്കെ വേറെ ട്രക്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് അത് ഓടുന്നത് പോലെ ചിത്രീകരിക്കുക. അങ്ങനെയൊക്കെ വളരെ പല പരിപാടികൾ ഉണ്ട് സിനിമയുടെ പിന്നിൽ. എന്തായാലും അതിലേക്ക് നമുക്ക് അധികം പോകണ്ട. ഇനി ഇതുപോലത്തെ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. ഇനി നമുക്ക് ഫ്രൈ ആരംഭിച്ചാലോ? ഫ്രൈ തുടങ്ങാം. ഇന്ന് എന്തൊക്കെയാണ് ഫ്രൈ ചെയ്യേണ്ടത്? പല സാധനങ്ങൾ ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ഇപ്പോൾ നമുക്കറിയാം സ്വർണ്ണ കള്ളക്കടത്ത്, അത് രാജ്യദ്രോഹപരമായ ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് ആരാണേലും. ഇപ്പോൾ ആരാന്ന് ആർക്കും അറിയത്തില്ല. സ്വർണം തന്നെ നടന്നു വന്ന് ബാഗിനകത്ത് കയറി ഇവിടെ വന്നതാകാനാണ് ഇനി സാധ്യത കാണുന്നത് മുഴുവൻ. അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ ഏത് പാർട്ടിക്കാരൻ, ഇന്ന പാർട്ടിയാണോ ആ പാർട്ടിയാണോ ഏത് പാർട്ടിയാണല്ലോ എന്താ രാജ്യദ്രോഹം ചെയ്യുമ്പോൾ അവർ ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ ചിന്തിക്കാൻ ഇവിടെ ആരുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജനം, പൊതുജനം, പണ്ടേ ആൾക്കാർ പറയുന്നത് പൊതുജനം കഴുതാന്ന്. നമ്മളൊക്കെ ആ കഴുതകൾ തന്നെയാണോ? കണ്ട ഓരോ സംഭവങ്ങളിലൂടെ ഞാൻ പറയാതെ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതൊന്നും ഫ്രൈഡർമാൻ്റെ സ്വന്തം വകയല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫോട്ടോസും വാർത്തകളുമാണ്. ഇപ്പം ചില കാര്യങ്ങൾ വരുമ്പോൾ ചിലർക്ക് സന്തോഷമായിരിക്കാം, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ ആ ബുദ്ധിമുട്ടിൽ വേദനയിൽ ഫ്രൈഡർമാൻ പങ്കാളിയേ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി കാണാൻ പോകുന്ന വീഡിയോ ഒരു ഗാനമാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് കാണുമ്പോൾ ആർക്കാണ് വേദന ഉണ്ടാകുന്നത്. ഫ്രൈഡർമാനാണോ, കണ്ടിരിക്കുന്നവർക്കാണോ, അതോ അത് ഉണ്ടാക്കിയവർക്കാണോ? ആർക്കാണ് വേദനിക്കുന്നത്? നമുക്ക് കാണാം മനോഹരമായ ആ ഗാനം. എന്നാ പിന്നെ നീ ഒരു 4 വരി പാട്ടുണ്ടാക്കി പാടറാ. പാടും, പാടി കേൾപ്പിക്കാം. പല്ലവി പിടിച്ചോ. ചിലപ്പോൾ പൂമരച്ചുവട്ടിൽ, ചിലപ്പോൾ ഒഴുകും നദിക്കരയിൽ, ചിലപ്പോൾ തീരപ്രദേശങ്ങളിൽ എന്നോട് പ്രണയം നടിച്ചവള്. വയലാർ എഴുതുമോ ഇതുപോലെ? ചിലപ്പോൾ തീരപ്രദേശങ്ങളിൽ എന്നോട് പ്രണയം നടിച്ചവള്. വന്നേ. എന്തേ
എന്താ ചിലപ്പോൾ പൂമരച്ചുവട്ടിൽ മാമനേതാ ചിലപ്പോൾ തീരപ്രദേശങ്ങളിൽ എന്നോട് പ്രണയം നടിച്ചവള്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? ഒരു പാട്ടൊക്കെ എത്ര ബാലിശമായിട്ട് ചിത്രീകരിക്കാം അല്ലെങ്കിൽ ചിന്തിക്കാം എന്നുള്ള ഈ തീരപ്രദേശങ്ങളിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കും എഴുതാം ഇങ്ങനെയാണെങ്കിൽ. അല്ല, നിങ്ങൾക്കും എഴുതാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശമായിട്ട് പറഞ്ഞല്ലോ. നമ്മളൊക്കെ എത്രയോ ONV-മാർ, വയലാറുകൾ, അല്ലെ പി ഭാസ്കരൻ മാഷ്, അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് പേര് നിങ്ങളിലുണ്ടാവാം, നമ്മളെല്ലാവരും ഉണ്ടാവും. പക്ഷെ അവരൊന്നും നമുക്കതിനുള്ള അവസരങ്ങൾ വരുന്നില്ല. അതാണ് പ്രകൃതി തീരുമാനിക്കണം ഏതൊരു ഭാഗ്യം ഉണ്ടാകാൻ. പക്ഷേ ഇതൊക്കെ സംഭവിക്കാനുള്ള ഭാഗ്യം പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം വേണമല്ലോ. ഈ തീരപ്രദേശങ്ങളിൽ നീന്ന് കാണുമ്പോൾ എനിക്കിന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ പാട്ടാകുന്ന ഒരു കാലമായി. ഇനി ഡ്രൈ ഫ്രൈ. നമുക്ക് ഈ ചില സാധനങ്ങൾ ഫ്രൈ ആക്കി എടുത്തേ പറ്റൂ. ഡ്രൈ ഫ്രൈ ആക്കി തന്നെ എടുക്കണം. വേകുന്നില്ല പലതും. കാര്യം എന്താണെന്ന് വെച്ചാൽ വേകുന്നില്ല എന്ന് പറഞ്ഞാൽ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും വൈറലാകുക ഇപ്പോഴത്തെ ഒരു രീതിയാണ് അല്ലേ. പണ്ടാണ് നമുക്ക് എങ്ങനെയും ശ്രദ്ധിക്കപ്പെടണം, അതെല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. എല്ലാ 4 പേര് അറിയുന്ന ഒരാളാകണം എന്ന് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം 4 പേര് അറിയുന്ന ഒരാളാവണം എന്നായിരുന്നു. അത് സാധിച്ചു. എങ്ങനെ? എൻ്റെ അമ്മായിച്ചനറിയാം, അമ്മായിയമ്മയെ അറിയും, ഭാര്യ അറിയും, അളിയനറിയാം. അങ്ങനെ 4 പേര് ഇപ്പോൾ എന്നെ അറിയും എന്ന് പറയുന്നത് പോലെ 4 പേരറിയുന്ന ആളാകുക. അതിനു വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ 4 പേരറിയും ശവമടക്ക് നടക്കുമ്പം അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പോകുന്നു. കാര്യം ഈയിടെ കണ്ടില്ലേ ഈ വെളിയിലുള്ളവരൊക്കെ, നമ്മുടെ ഇവിടെയും വെളിയിലുള്ള സായിപ്പന്മാരൊക്കെ ചെയ്യുന്ന ഒരു ഉദാഹരണം, ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് മാജിക്കൊക്കെ ചെയ്യും നമ്മുടെ മലയാളികൾ. പക്ഷേ അത് വൃത്തിയായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ജീവൻ തന്നെ പോകും. ഈയിടെ കണ്ടില്ലേ ഈ ചാടി മറിയുന്ന ജിംനാസ്റ്റിക് പോലുള്ള നേരെ ഒഴിഞ്ഞിട്ട് കഴുത്തൊടിഞ്ഞു പോയി. അവർ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, മരിച്ചു. ശവമടക്കിന് എല്ലാവരും കൂടി വന്നു, എല്ലാവരും സന്തോഷമായി. അപ്പോൾ നമ്മൾ വൈറലാകണം, അത് ബുദ്ധിപരമായിട്ടാവണം. അതാണ് പോയിന്റ്. ഇനി നമുക്ക് വളരെ രസകരമായ ഒരു വീഡിയോ കാണാം. ആദ്യമേ പറയാൻ കേട്ടോ, ഇതിൽ ആർക്കെങ്കിലും ഫീലിംഗത്തെ തട്ടിയാൽ അത് വെറുതെ ഒരു തമാശ ആയിട്ട് എടുക്കുക. കാര്യം ഇത് കണ്ടാൽ നിങ്ങൾ എന്തായാലും ചിരിക്കും. ഏത് ചിരിക്കാത്തവനും ചിരിക്കും. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. അല്ല, പൊരക്ക് ഒരു മിനിറ്റ്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. വീടിന് തീ വെക്കുമ്പോൾ എന്റെ അമ്മയെ നാട്ടിച്ച് പൊരക്ക് തീ എന്തോ എങ്ങനെ വീടിന് തീ വെക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല, നോക്കി വായിക്കാം. ഗെയിൽ പാതക വാചക. കൃഷ്ണ, നിനക്ക് മലയാളം അറിയില്ലേ?
ഞാൻ സാക്ഷരതാ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. ഗെയിൽ പാതക വാചക സർ ചപ്പാത്തി ചോലയും ചപ്പാത്തി ചപ്പാത്തി ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. ചപ്പാത്തി ചപ്പാത്തി എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ. പാപ്പാത്തി മനസ്സിലാക്കി കളഞ്ഞല്ല. പാപ്പാത്തി തന്നെ പാപ്പാത്തി തന്നെ. അവസരം നമ്മൾ കണ്ടുപിടിക്കും. ആദ്യത്തിൽ 230 മെഗാവാട്ടാണ് സർ പറഞ്ഞത്. 230 മെഗാവാട്ടാണ് സർ പറഞ്ഞത്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? അല്ല, ഏക്കർ 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 മൊത്തം കുളവാക്കി കേട്ടോ. 329 അല്ല, കറണ്ടിന്റെ കണക്കേ അറിയുള്ളൂ. ബഹുമാനപ്പെട്ട ബാലൻ ചോദിച്ചത് കൊണ്ടാണ് സർ മെഗാവാട്ടായി. ഇപ്പൊ സ്പ്രിംഗറാ പ്രശ്നം. സ്പ്രിംഗർ ഇപ്പൊ സ്പ്രിംഗറാ പ്രശ്നം. എന്തോന്നടാ ഇതൊക്കെ കാണക്കേട്. ഇപ്പോഴത്തെ പ്രശ്നം സ്പ്രിംഗറാണ്. സ്പ്രിംഗറാണ്. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂരയുടെ ഉള്ളിൽ നിന്ന് തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്. അതുകൊണ്ട് ഈ എന്തോ ഒരു സ്പ്രിംഗിൾ ഇതൊരു സ്പ്രിംഗിൾ ചൈന ഭാഷ പറയുന്നോടാ. എന്താ ഒരു നിധി കിട്ടിയ കണക്കെ കൊണ്ട് നടക്കുന്നു. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അതൊരു ഭൂകമ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സ്പ്രിംഗർ. നിങ്ങൾക്ക് സർക്കാരുകൾക്ക് എന്ത് വേണേലും പറയാലോ, ഞങ്ങൾ പറയുന്നതാണ് കുഴപ്പം. ആർക്കും അധികം ഒന്നും മനസ്സിലാവില്ല. ഒന്നുമില്ല എന്റെ അമ്മോ. ബഹുമാനപ്പെട്ട അംഗം MN വിജയനോടൊപ്പം MN വിജയനോടൊപ്പം മണ്ടത്തരെ പറയൂ. ഓടിക്കളിച്ച് നടന്നു വന്നിട്ടുള്ള ഒരാളാണ്. മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അതിവനില്ല. The President of the United States of America, Mr. Donald Trump. അയ്യോ, ഇതിന്റെ തലയ്ക്ക് എന്നെ ഓളമാണോ? ഓളം തന്നെ അവിടെ. Mr. Donald Trump. അടി തെറ്റിയ ആനയും വീഴും. വെൽക്കം ബാക്ക്. നമുക്ക് തിരിച്ചു വരാം നമ്മുടെ ഫ്രൈഡർമാനിലേക്ക്. ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് അല്ലേ? പൊര കത്തിപ്പി വീട് കത്തിപ്പൊര, പൊര കത്തി വീട് കത്തിപ്പൊര എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ സ്പ്രിംഗ്ലറിംഗ്ടം ഈ സ്പ്രിംഗ്ലർ എന്നൊക്കെ പറഞ്ഞ ഒരാൾ അല്ലേ, വളരെ രസമായൊരു സംഭവം. സത്യം പറഞ്ഞാൽ ഇതുപോലെ എല്ലാവർക്കും സംഭവിക്കാറുണ്ട് കേട്ടോ. കാര്യം ഞാൻ ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് സംസാരിക്കുമ്പോഴത്തേക്കിനും അവൻ പറയുന്നത് എവിടെ ഉണ്ടാ ഞാൻ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു 4 മണി അസ്പരയുടെ അവിടെ, അസ്പര അല്ല അപ്സര തിയേറ്ററിൻ്റെ അവിടെ വരാൻ. കാര്യം കോമഡി പറയുന്നില്ല, അവൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രോഗ്രാമിനൊക്കെ ബുക്ക് ചെയ്യാൻ 2-3 പേരൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു കാലത്ത് ഞാൻ പറഞ്ഞു ഹലോ, ആ ഫോൺ വന്ന് ശരിക്കും ബാംഗ്ലൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പം നമ്മൾ ഇച്ചിരി കൈ നിട്ടെന്ന് പറഞ്ഞേക്കാം. ഹലോ അപ്പോൾ 18-ാം തീയതി ബ്ലാങ്കൂരാണ് പ്രോഗ്രാം. അങ്ങനെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സംസാരിക്കും കേട്ടോ. പണ്ട് പറയാറുണ്ടായിരുന്നു 32 നാക്കിനിടയിൽ ഒരു പല്ലല്ലേ ഉള്ളൂ, ചെറിയ തെറ്റൊക്കെ പറ്റും എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. നമുക്ക് നമ്മുടെ ഡിസേർട്സിലേക്ക് പോവാം. ഒരു നിവൃത്തിയില്ല അല്ലേ? നമുക്കിതെന്നാ ഒരു മനുഷ്യന് പറ്റുന്നതാണ് ഇതുപോലെ ശരീരത്തെ ഇങ്ങനെ എന്താ പറയുക, എല്ലില്ലാത്ത എന്താ സ്പോഞ്ച് പോലും അല്ലെങ്കിൽ റബ്ബർ പോലും. എന്താ ഇപ്പം കണ്ടത് ഒന്നും മനസ്സിലായില്ല. എന്തായാലും ഒരു മനുഷ്യ ശരീരമാണ് ഇത്, വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അവനവന് തന്നെ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ.
നമ്മുടെ എല്ലാ ശരീരവും നമുക്കങ്ങനെ ആക്കിയെടുക്കാം നമ്മുടെ ശ്രമത്തിലൂടെ. പക്ഷേ നമുക്കതിനുള്ള പലർക്കും അതിനുള്ള മാനസികാവസ്ഥ കിട്ടാറില്ല എന്നുള്ളതാണ്. എന്തായാലും മറ്റെന്തിനേക്കാളും ഒരു നിവർത്തിയില്ല, അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഇത്തരം കഴിവുകളെ. എപ്പോഴും മധുരം അധികമായാൽ അമൃതും വിഷവും എന്ന് പറയുന്ന പോലെ, മധുരം കൂടിയാലും കുഴപ്പമില്ല, എന്നാലും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഡെസേർട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു വീഡിയോ കാണാം. കാരണം ഈ ഇടയുടെ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്, ഒരു അന്ധനായ ഒരാൾക്ക് ഒരു സ്ത്രീ ഒരു സഹായം ചെയ്യുന്നത്. അതൊരു കാര്യം. ഞാൻ വേറൊരു സംഭവമുണ്ട്, നമ്മളിപ്പം ഈ മനുഷ്യന്മാർക്ക് ഇത് കണ്ടാലേ ഇത് വിശ്വസിക്കുള്ളൂ. ഇത് അതല്ലാതെ ആരും വീഡിയോ എടുക്കാനില്ലാതെ ഒരുപാട്, അല്ലെങ്കിൽ ആ വീഡിയോയിൽ പകരാതെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ പലരും ചെയ്യുന്നുണ്ട്. ഞാനത് കണ്ടിട്ടുമുണ്ട്. പക്ഷേ അത് നമുക്ക് അന്നേരം ഇത് സംഭവിച്ച് കഴിഞ്ഞു പോയി. നമ്മളിപ്പം ചെയ്ത സഹായം ഒന്നുകൂടെ ചെയ്യൂ, ഞാനത് വീഡിയോ എടുക്കട്ടെ നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയെ കാണിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ കാണുന്നുണ്ടോ ഇല്ലയോ, വൈറൽ ആകുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മളാൽ പറ്റുന്ന സഹായം ചെയ്യുക, അതൊരു വലിയ സംതൃപ്തിയാണ്. കുട്ടിക്ക് ചെറിയ ഗ്യാപ്പുണ്ടോ? എടാ അതിന് കയറാൻ വൈകുന്നേ. നിർത്തി കൊടുക്കട്ടോ, ലോറി എടുക്കല്ലേ. എങ്ങനെ കുട്ടീനൊന്ന് കയറ്റി കൊടുത്താ? ആന കൈപിടിച്ച് കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു മൃഗമാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ? നമ്മൾ എന്തെല്ലാം കാഴ്ചകൾ, എന്തെല്ലാം വാർത്തകൾ കേൾക്കുന്നു ഇവിടെ, അല്ലേ? കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നവർ, കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി 1.5 വയസ്സുള്ള കുട്ടിയെ പാറക്കെറിഞ്ഞു കൊന്നു എന്നുള്ള വാർത്തകൾ, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴാണ് ഈ കണ്ട കാഴ്ച. പ്രത്യേകിച്ച് ആന, അവർക്ക് വളരെ ഒരു കാഴ്ചപ്പാട് സെൻസുണ്ട്. മൃഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ചിലർ പറയാറുണ്ട് മൃഗങ്ങൾക്ക് വികാരങ്ങളില്ല. അത് പറയുന്നവരാണ് ഇല്ലാത്തത്. മൃഗങ്ങൾക്ക് വികാരമില്ലാഞ്ഞിട്ടാണ് അത് വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ തലമുറ ഉണ്ടാകുന്നത്. അതുങ്ങൾക്ക് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ട്. നമ്മൾ ഒരിക്കലും കരുതരുത് നമ്മളെക്കാൾ ബുദ്ധിയും വിവേകവും ഉള്ളവരാണ് മൃഗങ്ങൾ എന്ന് യാതൊരു സംശയവുമില്ല. സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള മൃഗങ്ങളെ കാണുമ്പം ഒന്ന് ക്ലോസ് ആയിട്ട് വീക്ഷിച്ച് നോക്കൂ. നമ്മളെക്കാൾ എത്രയോ ബുദ്ധിയുള്ളവരാണ്. അതിന് ഇനിയും തെളിവുകളുണ്ട്. കാത്തിരിക്കാം ഫ്രൈഡർമാന് വേണ്ടി. ബൈ.